ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഫ്റ്റർ 2 PM വ്ളോഗാണ് കേട്ടോ. 2 മണിക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ 2 മണിക്കാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഉറക്കമാണ് കേട്ടോ. ഇസ് ഭയങ്കര ഉറക്കമാണ്, അർഷാക്ക് ഭയങ്കര ഉറക്കമാണ്. ചെറുതേ ഒരു വലിയൊരു ലളഹയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ്. അപ്പം ഈ കിടക്കുന്നത് ഒരു വില്ലനാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ പണികളൊക്കെ ഭയങ്കര ഡിലേ ആയിപ്പോയി. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ 2 മണിക്ക് കുളിയൊക്കെ ആയത്. അപ്പോൾ എന്തായാലും ഒരവിടെ ഉറങ്ങട്ടെ. അപ്പോൾ വർഷാക്ക് ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോകും. അപ്പോഴേക്കിന് അതേ ഇപ്പോൾ തന്നെ 2:35 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർഷാക്ക് പോകുമ്പോഴത്തേനും ചായക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ 3 മണി എന്നുള്ളത് ഒരു 3:30 വരെ നമുക്ക് നീട്ടിക്കിട്ടും കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയാണ്. കാരണം നമ്മൾ തൊട്ടിൽ കിടക്കുന്ന ആളെ എപ്പോൾ എണീറ്റ് കരയൊന്നും പറയാൻ പറ്റില്ല. ഓൻ്റെ കാര്യങ്ങളും എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇടയിലെങ്ങാനും നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ അവിടെ കിടക്കും. അപ്പോൾ നമുക്ക് തീരെ ടൈം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൊക്കോടയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മിക്സൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് ഒരാൾ കരച്ചിൽ കേട്ടോ. അപ്പോൾ ഞാനൊരു കവറൊക്കെ എടുത്തിട്ട് പോയി ഒന്ന് കരച്ചിലൊക്കെ മാറ്റാൻ നോക്കുകയാണ്. അയ്യോ അപ്പോൾ ഇത് എൻ്റെ കവറൊന്നും ഓനക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കവറൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഓനെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ നല്ല അടിപൊളിയായിട്ട് എൻ്റെ അടുത്ത് ചിരിച്ചു തന്നെ. അപ്പോൾ ഉറക്കമൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി വെറുതെ ആട്ടിയിട്ട് നമ്മുടെ ടൈം കളയണ്ട. ഞാൻ പെട്ടെന്ന് ഓനെ എടുത്ത് അടുക്കളയിലേക്ക് പോയിട്ട് നമ്മുടെ ബാക്കി എന്ത് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. വേറെ ഒന്നുമല്ല, ഒച്ചയൊന്നും ഉണ്ടായിരുന്നില്ല, സൗണ്ടൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. പിന്നെ അതല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ആൾക്ക് അസുഖങ്ങളൊക്കെ ആയിരുന്നു. ജലദോഷം, ചുമ, പനി, കഫക്കെട്ട്, ആവി പിടിക്കൽ, ഛർദ്ദിക്കൽ, അങ്ങനത്തെ കുറേ പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ എടുക്കൽ, എഡിറ്റ് ചെയ്യൽ, അപ്ലോഡ് ചെയ്യലൊന്നും നടന്നില്ല എന്നാണ് പറയാൻ വന്നത്. അപ്പോൾ നമ്മുടെ പൊക്കോട പണി സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇടാൻ പറഞ്ഞതും ഇട്ടതൊക്കെ ആയിട്ട് എല്ലാം കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടൊരു പൊക്കോടയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ലോഡ് മനുഷ്യന്മാരുണ്ട് കേട്ടോ. പക്ഷേ ചില സമയത്ത് ഈ കുട്ടി മനുഷ്യനെ എടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ എല്ലാവരും, അതായത് എപ്പോഴും ഒരാൾ ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കരുത്. നമ്മൾ ഒറ്റയ്ക്കും എല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അടുപ്പിലൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ കുട്ടികൾ കയ്യിൽ ഇല്ലാതിരിക്കണമാവും നല്ലത്. പക്ഷെ ഞാൻ കുട്ടികളെ കയ്യിൽ വെച്ചിട്ട് മാക്സിമം പണികളൊക്കെ ചെയ്യും കേട്ടോ. ഹൈസൂനെ കയ്യിൽ വെച്ചിട്ട് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോഴേ അതിക്ക് ഇങ്ങനെ ചാടും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും ഒക്കെ തട്ടി മറിച്ച് കളി വെച്ചൊക്കെയാണ്. അങ്ങനെ നമ്മൾ സൈഡിൽ കുറച്ച് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ പൊടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം അടുത്ത് പോയി ഇടാൻ എന്തൊരു പേടി. അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി, എണ്ണ ഒഴിച്ചിട്ട് എണ്ണയും ചൂടായി. ഇനി നമുക്ക് പൊക്കോടയുടെ മാവിന് ഒരു സ്പൂണിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ചെറുതായിട്ടൊക്കെ ഒരു വേരിയേഷൻസൊക്കെ ഉണ്ട് സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും. കാരണം നമ്മൾ ധൃതിയിലുമാണ്, ചെക്കനും കയ്യിലും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്. ചില സംഭവങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയുമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ആയി കിട്ടണം എന്നില്ല കേട്ടോ. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അതിനിടയിൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ താത്ത വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 2-3 ടീച്ചർമാരൊക്കെ വന്നിട്ട് സയാൻ്റെ സ്കൂളിൽ നിന്ന് നമ്മുടെ ഇസുവിനെ സ്കൂളിൽ ചേർത്താനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അംഗൻവാടി കുട്ടികൾക്ക് പോപ്പിൻസ് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഇസുവിനെ നമുക്ക് LKG ചേർത്തണം ഇൻഷാ അല്ലാ. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊക്കോട ഞാൻ ഓഫ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓലെ കണ്ടപ്പോൾ ചെറിയൊരു ഈറയൊക്കെ വന്നു. പിന്നെ നല്ല കാര്യമാണല്ലോ. പിന്നെ ഇപ്പം അതിന് പോകണ്ടേന്നൊക്കെ തീരുമാനിക്കണം. അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഗ്യാസ് കത്തിച്ച് വീണ്ടും എണ്ണയൊക്കെ ചൂടായി പൊക്കോടൊക്കെ ഉണ്ടാക്കിയെടുത്ത് അർഷാക്കുനെ വിളിച്ച് ചായയൊക്കെ കൊടുത്തു. ആൾ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അർഷാക്കുൻ്റെ അടുത്ത് കുട്ടീനെ കൊടുത്തിട്ട് ഞാനും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അബി വന്നിട്ട് ഡോറിൽ തട്ടുണ്ട്. അവരുടെ സ്കൂൾ 3 മണിക്ക് വിടും കേട്ടോ. ഒരു LKG UKG ആണ്. അപ്പോൾ എല്ലാവരും സ്കൂൾ വിട്ട് ആദ്യം വരുന്നത് ഹൈസൂനെ കാണാനാണ് കേട്ടോ. അങ്ങനെ ഒരു ബൈനോക്കുലറൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് പനക്ക് ഇതാ വാങ്ങി തന്നിക്കണ എൻ്റെ അപ്പ. അതിനെച്ച് നട്ടപ്പാത്രക്ക് പോയിന്ന്. അനക്കെന്താ വാങ്ങി അജ്ജോ? ആവൂടാ ഇന്നോ ഇവിടെ യന്ത്രൂഞ്ഞാലൊക്കെ വന്നിക്കണടാ. മരണ കിണറില്ലേ? എന്തിനാ എനിക്ക് മരണ കിണറ്? ആബിക്ക് ഇഷ്ടാ യന്ത്രൂഞ്ഞാൽ കയറണല്ലേ? എനിക്ക് പേടിയല്ലേ? വെറുതെ ദുൽമ മാത്രമേ ഉള്ളൂ, ധൈര്യല്ലേ?
ഇവിടെ കാളവേലയും പൂരവും അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം മക്കളൊക്കെ അതിനൊക്കെ പോയി കാളേനെയൊക്കെ കണ്ടു. എല്ലാ പ്രാവശ്യമൊന്നും കാളേനെ കാണാൻ പോകാറില്ല കേട്ടോ, കാളവേല കാണാൻ പോകാറില്ല. പക്ഷേ ഇപ്രാവശ്യം പോയില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, പോയാൽ കാണും. ഇനിയിപ്പോൾ പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരിക്കും മണുണ്ടോ? മണത്ത് കണ്ടുപിടിക്കൂലേ? എന്നിട്ട് ചോദിക്കാറുണ്ട് എന്താ മേമ ഒരു മണമെന്ന്. മടിയോ? എന്തിനാണ് മടി? അതിനൊക്കെ ലബിയെ കുട്ടികളൊക്കെ സ്കൂളിലായതുകൊണ്ടാണ് ടൈസിനെ നോക്കാൻ ആരും ഇല്ലാത്തത്. ഇനിയിപ്പോൾ ഓരോരുത്തർ വരും. ആദ്യം ഇവരാണിട്ട് വരിക. ഇനിയിപ്പോൾ നമ്മുടെ മറ്റേ ടീംസൊക്കെ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ കളിപ്പിക്കലാൻ ആൾക്കാരെ കൊണ്ട് തിരക്കായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ സയാനൊക്കെ വന്നിട്ടുണ്ട്. സയാൻ വന്നപ്പോൾ ഇസു ഭയങ്കര ഉറക്കമാണ് കേട്ടോ. രാവിലെ അവൻ പോകുമ്പോഴും ഇസു നല്ല ഉറക്കമായിരുന്നു. ഇസു നല്ലോണം നേരം വൈകിട്ടാണ് നീറ്റത്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴും ഉറങ്ങുന്നുണ്ടപ്പോൾ സയാൻ ചോദിച്ചത് ഇപ്പോൾ ഇപ്പോഴും നീച്ചിട്ടില്ലേന്ന് കേട്ടോ. നമ്മുടെ ഐസു കൗലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പൊലിവായി, കാരണം ഞാൻ കുറേ വെയിറ്റ് ചെയ്യണമല്ലോ കൗന്നിട്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അവൻ്റെ പൊക്കളൊന്നും കൂടെ റെഡി ആവാണ്ട്. അപ്പോൾ കൗന്ന് കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മുടെ സയാൻക്ക് പുതിയ ബൂട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ അതിൻ്റെ ഒരു പൊലിവിലാണ്. ഇപ്പോൾ ഗ്രൗണ്ട് പോലെ തന്നെ പണി, അല്ലെങ്കിലും ഗ്രൗണ്ടിൽ തന്നെയാണ്. ഇത് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ബൂട്ടൊക്കെ വാങ്ങിയിട്ടുള്ളത്. എന്താ പറയുക, രാത്രിയാണ് കേട്ടോ പോയി ബൂട്ട് വാങ്ങിയത്. സ്കൂളിൽ എന്തോ ക്ലാസ് മാച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര പൊലിവായിട്ടുണ്ട്. കുറേ ആയിട്ട് അവന് ബൂട്ട് വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വലുതായിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നിർത്തിയതായിരുന്നു. എന്തായാലും ബൂട്ട് കിട്ടിയപ്പോൾ ആൾ അടിപൊളിയായിട്ട് നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഓൻ്റെ സ്കൂൾ വിട്ട് വന്നാൽ ആകെ ഉള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കവറും പെറുക്കിയിട്ട് ഓൻ്റെ ഗ്രൗണ്ടിൽ പോകാന്നുള്ളതാണ്. ഇനി 2-3 ആൾക്കാരും കൂടെ കളക്ട് ചെയ്യാനുണ്ടോ എനിക്ക് കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പെട്ടെന്ന് ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കൈക്കൂട്ട വന്നാൽ, കാരണം ഗ്രൗണ്ടിൽ പോകണ ഒരു തിരക്കാണ്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഐസുവിൻ്റെ ഒരു മാന്തൽ കിട്ടിയപ്പോഴാണ് എനിക്ക് ഒരു നഖം വെട്ടണ കാര്യം ഓർമ്മ വന്നത്. എപ്പോഴും മറക്കും കേട്ടോ, നഖം വെട്ടണം എന്ന് വിചാരിക്കും പിന്നെ മറക്കും. ഇനിയിപ്പോൾ ഇവൻ്റെ കേട്ട് ഇസുവിൻ്റെ വെട്ടിക്കൊടുക്കണം കേട്ടോ. ചെറുതിൻ്റെ വെട്ടിനേക്കാളും ടാസ്ക്കാണ് ഇസുവിൻ്റെ വെട്ടണത്. ഓനിക്ക് പേടിയാണ്. ചെറുതിൻ്റെ പിന്നെ പേടിയൊന്നുമില്ല, അതിനുള്ള ബുദ്ധിയൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ വൈകുന്നേരം നഖം വെട്ടിക്കഴിഞ്ഞ് ചെറിയ കുട്ടിയാകുമ്പോഴേക്കും നഖം വെട്ടാൻ നല്ല പേടിയാണ് കേട്ടോ. കുഞ്ഞു കയ്യും കുഞ്ഞു നഖമല്ലേ ഇരിക്കും. അപ്പോൾ അതെങ്ങനെ വെട്ടാന്ന് ഭയങ്കര ടെൻഷനാണ്. ഇപ്പം ഞാൻ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത്. ചിലരിങ്ങനെ കടിച്ചിട്ടൊക്കെ എടുക്കണം, പക്ഷെ എനിക്ക് അതൊന്നും വയ്ക്കൂല. ഞാൻ കട്ടർ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വെട്ടിയെടുക്കാറ്. നമ്മൾ സൂക്ഷ്മമായി വേണ്ടിട്ട് വെട്ടാൻ. ഒന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലും കട്ടായിട്ട് ചോര വന്നാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ അതായിരിക്കും കേട്ടോ മനസ്സിൽ, ഞാൻ കാരണം ചോര വന്നല്ലോ പോകുന്നു. പിന്നെ അതിങ്ങനെ ആലോചിച്ചിരിക്കും ഞാൻ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഇന്ന് ഒതുങ്ങിയിരുന്ന് തരുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കൈയൊക്കെ വലിക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ആടുന്നത് ഇളകണത് നോക്കി കിടക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പോൾ കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ ഓരോന്ന് ഇളകുമല്ലോ. അപ്പോൾ അതാണ് ഓൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇസ് കൈയൊക്കെ കൊട്ടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓന് കളിപ്പിക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ നഖം വെട്ടായിരുന്നപ്പോഴാണോ കളിപ്പിക്കുന്നത്. നഖമൊക്കെ വെട്ടൽ കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതൊരു എല്ലാവർക്കും ടാറ്റാ.